സാർ എന്നെയാണ് തല്ലു. ഇതൊന്നും കാണാനുള്ള യോഗ എനിക്ക് ഉണ്ടായില്ലല്ലോ ഏട്ടാ. ഏട്ടൻ എന്നെ ഒന്ന് ഫോണ് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓടി വന്നേനെ. ഒക്കെ വല്ലപ്പോഴല്ലേ സംഭവിക്കുള്ളൂ. അമ്മയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്ന? സമയം കിടക്കുവല്ലേ, ഇനിയും കാണാലോ. 5-6 ദിവസം കിടത്തി നല്ല ഇടി കൊടുത്തിരുന്നെങ്കിൽ നന്നായനെ. അന്ന് അയാൾ എന്റെ അച്ഛനെ വീട്ടിൽ കയറി വന്ന് തല്ലുന്ന് പറഞ്ഞതാ. ഇപ്പൊ നല്ല ഇരിപ്പിന് വേണ്ടി പോലീസുകാർ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അത് പോരായിരുന്നു. എന്നാലും കുഴപ്പമില്ല, 2 ഇടി കിട്ടിയല്ലോ. ദേവുട്ടി, അമ്മ വന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. അമ്മ ഇവിടുത്തെ ഓരോ വിശേഷം പറഞ്ഞിരുന്നതാ മോളെ. അമ്മ പോയപ്പോ ഇവിടെ നടന്ന കാര്യങ്ങൾ ചോദിച്ചറിയായിരിക്കല്ലേ? അതൊന്നുമല്ല. മോളുടെ വിശേഷം എന്തൊക്കെയാ? അച്ഛൻ വന്നാ? ഇല്ല, ഇപ്പൊ ഇരുന്ന് പറഞ്ഞിട്ട് പോയതാ. ഇടയ്ക്കിടയ്ക്ക് വാണിയമ്മേന്റെ ഫോണിൽ വിളിക്കുമ്പോ എന്റെ അടുത്ത് സംസാരിക്കും. ഇതിന് മാത്രം ഒരു കുറവുമില്ല. നീ എന്തായാലും വാ. അമ്മ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചേട്ടനും ചേച്ചിയും വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് അതുകൊണ്ടൊരു കൂട്ടായി. എന്നാ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അമ്മ ഇത്രയും നേരമായിട്ട് അവള് രഘു ആരാന്ന് പറയുന്നില്ല. അവള് പറയാന്ന് പറഞ്ഞില്ലേ, നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് പെടക്കണത്? നാളെ രാവിലെ വരെ സമയം ചോദിച്ചിട്ടുണ്ട്, അതിനുള്ളിൽ പറയും. നിന്നെ നിന്റെ അച്ഛൻ എത്ര വട്ടം വിളിക്കും ദേവു? ഒരു 5-6 പ്രാവശ്യമൊക്കെ വിളിക്കും. എന്നെ ഒരു വട്ടം വിളിച്ചാലായി. ഹലോ, ആരാ? ഹലോ, അജു, ഞാനാ നാരായണ വക്കീല. എന്താ വക്കീലേ? അടുത്താരെങ്കിലും ഉണ്ടോ? വളരെ സീക്രട്ട് ആയിട്ടൊരു കാര്യം പറയാനാ. മോള് പോയി കളിച്ചോ, അമ്മ ഒന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ. ശരി അമ്മ. പറ വക്കീലേ. അവിടുത്തെ രഹസ്യങ്ങൾ അറിയാൻ ഏറ്റവും നല്ലത് അഞ്ജു ആയതുകൊണ്ടാ ഞാൻ അഞ്ജുവിനെ വിളിച്ചത്. എന്താ വക്കീലിനെ അറിയണ്ടേ? അറിയാനെന്ന് വെച്ചാ കണ്ടുപിടിക്കണം. എന്തോന്ന് കണ്ടുപിടിക്കാൻ? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ആ രഘുവിനെ പറ്റി ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അവിടെ ദാസും ആവണിയൊക്കെ ഉള്ളതുകൊണ്ടേ അവരെന്തായാലും രഘുവിനെ പറ്റി സംസാരിക്കാതിരിക്കില്ല. അവരെന്താണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞാൽ അത് നന്നായിരിക്കും. ഓ, അതായിരുന്നോ? അത് ഞാൻ ഏറ്റ്. ഈ വീട്ടിൽ ആര് രഘുവിനെ പറ്റി സംസാരിച്ചാലും ഞാൻ വക്കീലിനെ അറിയിക്കും. പോരെ? അത് മതി. തൽക്കാലം ഇതേ മോഹൻ യശോദാമ്മ അറിയണം. അവർക്ക് കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണ്. അത് ഞാൻ ഏറ്റു വക്കീലേ. ഞാൻ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ ഇത് കേസിന് ബലം കൂട്ടുവോ? രഘു ആരാണെന്നറിഞ്ഞാ നമ്മൾ ഈ കേസ് ജയിച്ചു എന്ന് വിചാരിച്ചാൽ മതി അഞ്ജു. എന്നാ അഞ്ചു പണി തുടങ്ങി വക്കീലേ. ഈ കാര്യഗൗരവത്തോടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനേ അഞ്ജു തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ അഞ്ജുവിനെ തന്നെ വിളിച്ചത്. ഓക്കെ.